മനുഷ്യൻ എത്രമാത്രം നന്ദിഹീനരാണ്, മനുഷ്യൻ എത്രമാത്രം ദൈവത്തെ വേദനിപ്പിക്കുന്നു, ദൈവസ്നേഹത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് രണ്ടും വെളിപ്പെടുത്തുന്നതാണ് ഈശോയുടെ തിരുഹൃദയം. ആ തിരുഹൃദയത്തിൽ നിന്ന് കത്തി നിൽക്കുന്ന ആ രശ്മി അല്ലെങ്കിൽ ആ തീ എന്ന് പറയുന്നത്, ഒന്ന് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ തീവ്രതയും മനുഷ്യന് ദൈവത്തോടുള്ള അവഗണനയും നന്ദിഹീനതയും വെളിപ്പെടുത്തുന്നതാണ് ഈ തിരുഹൃദയത്തിൽ നിന്ന് ജ്വലിച്ചു വീഴുന്ന അഗ്നി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു, രണ്ടാമത് തിരുഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തെ വേദനിപ്പിക്കുന്നു, ഇത് രണ്ടും വെളിപ്പെടുത്തുന്ന ഒരു വലിയ രഹസ്യമാണ് ഈശോയുടെ തിരുഹൃദയം നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതായത് ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു, നമ്മൾ എത്രമാത്രം ദൈവത്തെ വേദനിപ്പിക്കുന്നു, ഇത് രണ്ടും വെളിപ്പെടുത്തുന്നതാണ് ഈ തിരുഹൃദയത്തിന്റെ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കണം, എത്രമാത്രം ദൈവത്തോട് ആഴപ്പെടണം, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്ന് ഈ വിശുദ്ധ മാർഗരറ്റ് മേരി അലോക്കോക്കിനെ വെളിപ്പെടുത്തുന്നത് ഈ തിരുഹൃദയത്തിന്റെ ചിത്രം വെളിപ്പെടുത്തുന്നതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തില് തിരുഹൃദയത്തോടുള്ള ഭക്തിയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ അഗസ്തീനോസും തിരുഹൃദയത്തെ കുറിച്ച് പറയുന്നത് രക്ഷയുടെ വാതിൽ എന്നാണ്. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? തിരുഹൃദയം എന്ന് പറയുന്നത് രക്ഷയുടെ വാതിലാണ്. ബൈബിളില് ഈ തുറക്കപ്പെട്ട വാതിലിന് പഴയ നിയമത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഭാഗമാണ് നോഹയുടെ വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെടുത്തി. ദൈവം നോഹയെ പേടകം നിർമ്മിക്കാനായിട്ട് കൽപ്പിച്ചതിന് ശേഷം വെള്ളപ്പൊക്കം ആരംഭിക്കുന്നതിന് സമയത്ത് തന്നെ ഈ പെട്ടകത്തിന്റെ വാതിൽ തുറക്കുന്നു. ഈ പെട്ടകത്തിന്റെ വാതിൽ തുറക്കുന്നത് ദൈവം തെരഞ്ഞെടുത്ത, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലാണ്. ആ തുറക്കപ്പെട്ട വാതിലിലൂടെ പെട്ടകത്തിൽ പ്രവേശിച്ച മൃഗങ്ങൾക്കും മനുഷ്യർക്കും ദൈവം രക്ഷ നൽകി. ആ വലിയ വെള്ളപ്പൊക്കത്തിന് രക്ഷ നൽകി. രണ്ടാമത് വീണ്ടും ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം 40 ദിവസത്തോളം നീണ്ടുനിന്ന വെള്ളപ്പൊക്കത്തിന് ശേഷം കരയില് ഈ വെള്ളം അവസാനിച്ചതിന് ശേഷം വീണ്ടും ഈ വാതില് തുറക്കുന്നുണ്ട്. വാതില് തുറക്കുന്നത് ഈ പെട്ടകത്തിന് അകത്ത് കഴിയുന്ന പക്ഷിമൃഗാദികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും വീണ്ടും ഒരു രക്ഷയുടെ കവാടം തുറക്കുന്നതിന്റെ അടയാളമാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും അഗസ്തീനോസും പറയുന്നത് തിരുഹൃദയം എന്ന് പറയുന്നത് രക്ഷയുടെ വാതിലാണ്. ആർക്കാണ് രക്ഷ നൽകുന്നത്? യഥാർത്ഥത്തിൽ രക്ഷ നൽകുന്നത് പാപികൾ രക്ഷപ്പെടാൻ വേണ്ടി തുറക്കപ്പെട്ട വാതിലാണ് ഈശോയുടെ തിരുഹൃദയം. ഹല്ലേലൂയ. പാപികൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി തുറക്കപ്പെട്ട വാതിലാണ് ഈശോയുടെ തിരുഹൃദയം. ഇതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടണമെന്ന് ദൈവം അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ ഒരു ദൈവിക പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ പാപികളെ രക്ഷിക്കാൻ വേണ്ടി തുറക്കപ്പെട്ട വാതിലാണ് ഈശോയുടെ തിരുഹൃദയം. അതുകൊണ്ട് തിരുഹൃദയം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. തിരുഹൃദയത്തിന്റെ മുറിവ് എന്ന് പറയുന്നത് നമ്മൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തുറക്കപ്പെട്ട വാതില് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ദൈവം വാതിൽ തുറക്കുന്നത് നമ്മളാരും നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ ബൈബിളിലെ വചനം, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തിരുഹൃദയത്തിന്റെ മുറിവ് അല്ലെങ്കിൽ തുറക്കപ്പെട്ട വാതിൽ എന്ന് പറയുന്നത് നമ്മൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷ പ്രാപിക്കാൻ ഓരോ നിമിഷവും ദൈവം വഴിയൊരുക്കുന്നുണ്ട്. രക്ഷ പ്രാപിക്കാൻ വേണ്ടി ദൈവം അനേകം അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തിന്റെ വലിയ പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. ഇതിനാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 1146 പാരഗ്രാഫില് ദൈവം മനുഷ്യന്റെ അവസാനം വരെ അവന്റെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കും. അവസാനം വരെ അവന്റെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അവൻ രക്ഷപ്പെടും. ദൈവം കാത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയാതെ സ്വന്തം പാപത്തിൽ വീണ് നശിക്കുന്ന ഒരു ആത്മാവിനെ ദൈവം തള്ളിക്കളയും. അതാണ് വീണ്ടും പറഞ്ഞത്, ഞാൻ നീതിയുടെ വിധിയാളനായിട്ട് വരുമ്പോൾ പിന്നീട് ഞാൻ നീതിപൂർവം വിധിക്കുന്ന ന്യായാധിപനായിത്തീരും, കരുണയുള്ള ദൈവമായി തീരുകയാണ്.
അതുകൊണ്ട് ദൈവകരുണ വെളിപ്പെടുത്തുന്നത് ഒരാത്മാവിന്റെ അവസാനം വരെ ദൈവം സ്നേഹത്തോടെ കാത്തിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെപ്പോഴും തിരിച്ചറിയണം, നമ്മൾ എത്ര പാപാവസ്ഥയിൽ കഴിയുന്നവരാണെങ്കിലും, ഒരുപക്ഷെ ഇന്ന് കൃപയിൽ നിന്നിട്ട് നാളെ പാപത്തിൽ വീണുപോയവരാണെങ്കിലും, പലപ്പോഴും പിശാച് ഒരുക്കി വെക്കുന്ന ഒരു കെണിയാണ്, നീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, നീ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല, നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും രക്ഷയില്ല. ഇത് പിശാചിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചോദന, നിരാശയിലൂടെയാണ് കടന്നു വരുന്നത്. എന്നാൽ ദൈവം തിരുഹൃദയത്തിലൂടെയും അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ അനേകം ഭക്തികളിലൂടെ, തിരുഹൃദയ ഭക്തി, ദൈവകരുണയുടെ ഭക്തിയിലൂടെയൊക്കെ വെളിപ്പെടുത്തുന്നത് മനുഷ്യന് വേണ്ടി അവസാനം വരെ കാത്തിരിക്കുന്ന ദൈവസ്നേഹമാണ്. അപ്പൊ ഈ ദൈവസ്നേഹത്തെ തിരിച്ചറിയുമ്പോൾ നാളെ പാപത്തിന്റെ നിരാശ കൊണ്ട് നശിക്കാനുള്ളവരല്ല നമ്മൾ, പാപത്തിന്റെ നിരാശ കൊണ്ട് തകർക്കപ്പെടാനുള്ളവരല്ല, പാപത്തിന്റെ നിരാശയല്ല നമ്മളെ കീഴടക്കേണ്ടത്, രക്ഷയുടെ പ്രത്യാശയാണ് നമ്മളെ നയിക്കേണ്ടത്. ഈശോയുടെ തിരുഹൃദയത്തിലൂടെ രക്ഷയുടെ പ്രത്യാശയാണ് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഈ നോഹയുടെ പെട്ടകത്തിന്റെ വാതില്, ആ വാതിൽ തുറക്കപ്പെടുന്നത് രക്ഷയ്ക്ക് വേണ്ടിയാണ്. വീണ്ടും ആ വാതിൽ തുറക്കുന്നത് പുതിയൊരു വ്യക്തിത്വത്തിന് വേണ്ടിയാണ്. ഒരു പാപി രക്ഷപ്പെട്ട് പുതിയൊരു വ്യക്തിയായി തീരുന്നതിന് വേണ്ടിയാണ് യേശുവിന്റെ ഹൃദയം തുറക്കപ്പെട്ടത്. നോഹയുടെ പെട്ടകം തുറക്കപ്പെട്ടത് അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനും, വീണ്ടും തുറക്കപ്പെട്ടത് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയാണ്. ഇതുപോലെ ഈശോയുടെ തിരുഹൃദയം തുറക്കപ്പെട്ടത് ഇപ്പോഴായിരിക്കുന്ന പാപാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാനും പുതിയൊരു വ്യക്തിയായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. വളരെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് പറയാം ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഒരു പ്രധാനപ്പെട്ട ചിന്ത, അതായത് ഇപ്പോഴായിരിക്കുന്ന പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് പുതിയൊരു ജീവിതത്തിന് വേണ്ടിയാണ് യേശുവിന്റെ തിരുഹൃദയം നമ്മളെ വിളിക്കുന്നത്. ഇപ്പോഴായിരിക്കുന്ന പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് നീ ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് യേശുവിന്റെ ഹൃദയം തുറക്കപ്പെട്ടത്. ഈ ബോധ്യമുള്ള ഒരു വ്യക്തി ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം, ഇനി മുതൽ ഒരു പുതിയ വ്യക്തിയായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കണം. ഇത് രണ്ടും വരുമ്പോഴാണ് യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപം ചെയ്തു, നാളെ പാപം ചെയ്തു, തിരിച്ചു വന്നു, പിന്നെയും പാപം ചെയ്തു, ഇത് പാപത്തിന്റെ ഒരു ജീവിതം തുടരാൻ വേണ്ടിയല്ല ഈശോ കരുണ കാണിക്കുന്നത്. ഇന്ന് പാപാവസ്ഥയിലാണെങ്കിൽ ഇന്ന് രക്ഷപ്പെട്ടാൽ നാളെ ഒരു പുതിയ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ കരുണ പ്രവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പറയുന്നത്, ദൈവ കരുണ ഒരിക്കലും പാപം ക്ഷമിക്കാൻ വേണ്ടി മാത്രമല്ല, ദൈവ കരുണ എന്ന് പറയുന്നത് പുതിയൊരു വ്യക്തിയായി തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 2:4 പറയുന്നത്, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും നിസ്സാരമാക്കരുത്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവകരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ഹല്ലേലൂയ. അപ്പോൾ ദൈവം കരുണ കാണിക്കുന്നത് നമ്മുടെ പാപങ്ങൾ മോചിച്ച് പുതിയൊരു വ്യക്തിയായി രക്ഷപ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവം കരുണയുള്ള ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ദൈവം കരുണയുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുകയല്ല. ഞാൻ മാനസാന്തരത്തിലേക്ക് വന്നില്ല എങ്കിൽ, ഞാൻ അനുതാപത്തിലേക്ക് വന്നില്ല എങ്കിൽ, ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് വന്നില്ല എങ്കിൽ കരുണ യാന്ത്രികമായിട്ട് മാറും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ ദൈവം തിരുഹൃദയത്തിന്റെ വാതിൽ അല്ലെങ്കിൽ ഹൃദയം തുറക്കപ്പെട്ടത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ്. രണ്ടാമത്, തിരുഹൃദയത്തിന്റെ ഒരു വിശേഷണമാണ് ഈ കത്തി ജ്വലിക്കുന്ന തീ. ഇതിനെ വിശേഷിപ്പിക്കുന്നത് കത്തുന്ന മുൾപ്പടർപ്പ് എന്നാണ്. വിശുദ്ധ ജോൺ ഡമഷീൻ പറയുന്നു. തിരുഹൃദയത്തിന്റെ ചിത്രത്തില് നമുക്കറിയാം, ആ ചിത്രം കാണുമ്പോഴറിയാം, അതിനകത്തുനിന്ന് ഒരു തീ പൊങ്ങുന്നുണ്ട്, അതിന് ചുറ്റും ഒരു മുൾവലയമുണ്ട്. ഈ മുൾവലയത്തിന് പഴയ നിയമത്തിലെ കത്തുന്ന മുൾപ്പടർപ്പുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ആ തീക്കൊരു പ്രത്യേകതയാണ്, ആ തീ കത്തി ചാമ്പലാകുന്ന തീയല്ല, ആ കത്തി ജ്വലിക്കുന്ന തീയാണ്, തീഷ്ണത കൊണ്ട് ജ്വലിപ്പിക്കുന്നതാണ്. അതിന് യഥാർത്ഥമായിട്ട് ഈ തിരുഹൃദയത്തിലെ തീയെക്കുറിച്ച് വിശുദ്ധ ഡമഷീൻ പറയുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും, രണ്ടാമത് നമ്മുടെ തീഷ്ണതയ്ക്കും വേണ്ടിയാണ്. യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന തീ എന്ന് പറയുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് കത്തുന്ന മുൾപ്പടർപ്പാണ് എന്ന് വിശുദ്ധ ജോൺ ഡമഷീൻ പറയുമ്പോൾ അത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഊന്നി പറയുന്നത്. ഒന്ന്, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അന്ന് മോശയെ വിശുദ്ധീകരിക്കുന്നുണ്ട്. ആ മുൾപ്പടർപ്പിൽ നിന്ന് കർത്താവ് മോശയോട് പറയുന്നുണ്ട്, നീ നിന്റെ ചെരുപ്പ് മാറ്റി നിർത്തുക. യഥാർത്ഥത്തിൽ മോശയുടെ ഒരു വിശുദ്ധീകരണമാണ്. നിന്റെ ചെരുപ്പഴിച്ച് മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അത് മോശയുടെ അശുദ്ധിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
ആ കത്തുന്ന തീയിലേക്ക് ദൈവം മോശയെ വിളിക്കുന്നത് ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. രണ്ടാമത്, ആ മുൾപ്പടർപ്പിൽ നിന്ന് മോശ പുറത്തേക്ക് പോകുന്നത് തീഷ്ണമതിയായിട്ടാണ്. ഇതുപോലെ യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്നും തീ കത്തുന്നത്, അല്ലെങ്കിൽ തിരുഹൃദയത്തിലെ ആ തീ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഒന്ന്, നമുക്കൊരു വിശുദ്ധീകരണം വേണം. നമ്മുടെ പാപാവസ്ഥയിൽ നിന്നും ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്നും ഇപ്പോഴായിരിക്കുന്ന പാപ മേഖലകളിൽ നിന്നൊരു വിശുദ്ധീകരണം നമുക്ക് വേണം. രണ്ടാമത്, നമ്മളൊരു തീഷ്ണമതിയായി തീരണം. തീഷ്ണതയോടുകൂടി ജീവിക്കണം. തീഷ്ണത എന്ന് പറയുന്നത് ദൈവിക കാര്യങ്ങളിൽ തീഷ്ണത ഉണ്ടായിരിക്കണം. നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് തീഷ്ണത വേണം. നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് ഒരു തീഷ്ണത വേണം. ഇതില്ലാത്ത പ്രാർത്ഥനയ്ക്ക് മനുഷ്യനെ ഉണർത്താൻ പറ്റുകയില്ല. ഇതില്ലാത്ത ആത്മീയതയ്ക്ക് മനുഷ്യനെ വളർത്താൻ കഴിയുകയല്ല. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിലെ അഗ്നി രണ്ട് കാര്യങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിനക്കൊരു വിശുദ്ധീകരണം ഉണ്ടാകണം. രണ്ടാമത്, നീ തീഷ്ണത കൊണ്ട് ജ്വലിക്കണം. അതുകൊണ്ടാണ് ഈ ഏലിയ കത്തുന്ന ആ ദൈവാനുഭവത്തിന്റെ സമയത്ത് ഹോറബിൽ പറയുന്നുണ്ട്, ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും ഓരോ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മുടെ തീഷ്ണത വർദ്ധിപ്പിക്കണം. പലപ്പോഴും ഇപ്പോഴുള്ള അവസ്ഥയിൽ അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോഴുള്ള കാര്യങ്ങളിൽ നിന്ന് അല്പം ഒരു സമാധാനം കിട്ടാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. ഓരോ പ്രാർത്ഥനയും നമ്മളെ തീഷ്ണതയിലേക്ക് നയിക്കണം. ഹല്ലേലൂയ. തീഷ്ണത നമുക്കില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം തകരും. പലപ്പോഴും ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് തീഷ്ണത വർദ്ധിക്കാത്ത ആത്മീയതയാണ്. ഇതെല്ലാം ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ നടക്കപ്പെടുന്നുണ്ട്. കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടത്തുന്നുണ്ട്. യാന്ത്രികമായ പ്രാർത്ഥന മാത്രമായി പലപ്പോഴും അവശേഷിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥന നമ്മളെ തീഷ്ണതയിലേക്ക് നയിക്കണം. നമ്മുടെ പ്രാർത്ഥന നമ്മളെ തീഷ്ണമതിയമാക്കി മാറ്റണം. ഇതിലേക്ക് നയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈശോയുടെ തിരുഹൃദയം. ഈ കത്തുന്ന മുൾപ്പടർപ്പ് എന്ന് പറയുന്നത് എന്നും നമ്മൾ കത്തിക്കൊണ്ടിരിക്കണം. എന്നും നമ്മൾ തീഷ്ണമതിയായിട്ട് മാറണം. ദൈവിക കാര്യങ്ങളിലെ തീഷ്ണത വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ആത്മീയമായി കത്തിച്ചൊലിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കണം. ദൈവിക കാര്യങ്ങളോട് ചേർന്നിരിക്കണം. ആത്മീയമായി മന്ദതാവസ്ഥയിൽ അല്ലെങ്കിൽ തീഷ്ണത നഷ്ടപ്പെട്ട അവസ്ഥയാണെങ്കിൽ അത് നമ്മൾ ലോകത്തിലോട് ചേർന്നു എന്നതിന്റെ അടയാളമാണ്. നമുക്ക് ആത്മീയ തീഷ്ണത ഇല്ല എങ്കിൽ, ഒരു ഉണർവില്ല എങ്കിൽ നമ്മൾ ലോകത്തോട് അത്രമാത്രം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ഉള്ളിൽ തീഷ്ണത ഉണ്ടെങ്കിൽ നമ്മൾ ഈശോയോട് അത്രമാത്രം അടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുന്നു. പല ആളുകൾ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെടുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ആത്മീയ പോഷണം നൽകുന്ന കൂദാശകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ രക്തവും വെള്ളവും. യഥാർത്ഥത്തിൽ ഈ വെള്ളം എന്ന് പറയുന്നത് മാമോദീസയെ സൂചിപ്പിക്കുന്നതാണ്. രക്തം പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തിനാണ് മാമോദീസ സ്വീകരിക്കുന്നത് എന്ന് ഈ പൗലോസ്ലീഹ തന്നെ പല സന്ദർഭങ്ങളിൽ തന്നെ, ഒന്ന് റോമാക്കാർക്കെതിരെ ലേഖനത്തില് മാമോദീസയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന പ്രകാരമാണ്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് അറിഞ്ഞുകൂടി. അപ്പൊ സ്നാനം സ്വീകരിച്ചിരിക്കാൻ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ച നമ്മളെല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് സ്നാനം സ്വീകരിച്ചത് എന്ന് നമ്മൾ അറിയുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിക്കണം. നമ്മുടെ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ദൈവ കൃപ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിക്കാനാണ്. ഇതിനെക്കുറിച്ച് വീണ്ടും ഗലാത്യ ലേഖനത്തിൽ ഇത് തന്നെ
ആവർത്തിച്ചിരിക്കുന്ന ഒരു മേഖലയുണ്ട്. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം. ഗലാത്യ ലേഖനത്തിൽ ഇതുപോലെ തന്നെ സ്നാനം സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിന് വേണ്ടി, കർത്താവിനോട് സ്നേഹം എന്ന് പറയുന്നത് 3-ാമത്തെ അധ്യായം 27-ാമത്തെ അധ്യായം 27-ാമത്തെ വരും. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ഇത് വെള്ളമല്ല, മാമോദീസ സൂചിപ്പിക്കുന്നത് നമ്മളൊരു ക്രിസ്ത്യാനിയായി ജീവിച്ചു മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കാൻ തക്ക പരിശുദ്ധി, ഈശോയായിട്ടുള്ള വ്യക്തിബന്ധം നമുക്കുണ്ടാകും. നമ്മുടെ വിളി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് റോമലേഖനം 8-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് കഴിയുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. ആ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്വീകരിച്ച കൂദാശയാണ് മാമോദീസ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വീണ്ടും പറയാണ്, ഈ മാമോദീസയിലൂടെ നമ്മൾ കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ഇനി പരിശുദ്ധ കുർബാനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു സാക്ഷി ജീവിതത്തിന് വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭക്ഷണം. നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഭക്ഷണം പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് ഇത് രണ്ടും നൽകുന്നത് സഭയിലൂടെയാണ്. പഴയ നിയമത്തിലെ ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് തന്നെ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റവും വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നത്, ഹവ്വ രൂപപ്പെട്ടത് ഗാഠനിദ്രയുടെ സമയത്താണ്. അല്ലെ, ആരാ അന്ന് ഗാഠനിദ്ര ആയിരുന്നത്? ഹവ്വ ജനിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഹവ്വായെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദത്തിന്റെ ഗാഠനിദ്രയാണ്. ആദത്തിന്റെ ഗാഠനിദ്രയിൽ രൂപപ്പെട്ടതാണ് ആര്? ഹവ്വ. വാരിയിൽ നിന്ന് രൂപപ്പെട്ടു. വീണ്ടും പറയുന്നത്, ഈ വിശുദ്ധർ പറയുന്നത്, ജോൺ ക്രിസോസ്റ്റവും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും പറയാണ്, യേശുവിന്റെ മരണനിദ്രയിൽ നിന്ന് രൂപപ്പെട്ടതാണ് തിരുസഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ മരണത്തിൽ, അതല്ലേ, അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിക്കഴിഞ്ഞപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. മരണത്തിന് ശേഷം സംഭവിക്കുന്നതാണ്. മരണത്തിന് ശേഷം സംഭവിച്ചതാണ് യേശുവിന്റെ പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ഈ വെള്ളം മാമോദീസയെ സൂചിപ്പിക്കുന്നതാണ്. രക്തം പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നതാണ്. ഇത് രണ്ടും വർഷിക്കപ്പെട്ടത് യേശുവിന്റെ മരണസമയമാണ്. യഥാർത്ഥത്തിൽ ഇത് തിരുസഭയെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അതിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മുടെ മാമോദീസ. ഇനി ഈ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് ഈ സഭയോട് ചേർന്ന് ഈ രണ്ട് കാര്യങ്ങൾ, മാമോദീസ സ്വീകരിച്ചവരാണ് നമ്മളെല്ലാവരും. ആ മാമോദീസയുടെ പരിശുദ്ധി ഒരിക്കലും നഷ്ടപ്പെടാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ജാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, വിശുദ്ധ ഡൊമിനിക് സാവിയോ, വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി, ഇവരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മാമോദീസായിലൂടെ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധി ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. രണ്ടാമത് പരിശുദ്ധ കുർബാനയോടുള്ള ദാഹം. ഇത് രണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയ രക്തവും ജലവും. നമ്മൾ മാമോദീസ സ്വീകരിച്ചവരാണ്. നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ മാമോദീസ സ്വീകരിച്ചവരെന്ന നിലയിൽ ഈ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് നമ്മളെ ഒരുക്കുന്ന ഭക്ഷണമായ, ശക്തി തരുന്ന ഭക്ഷണമായ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇത് രണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈശോയുടെ ആ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇത് രക്ഷയുടെ വാതിലാണ്. പഴയ നിയമത്തില് നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ തുറക്കുന്നത് പോലെ ഈശോയുടെ ഹൃദയം തുറക്കപ്പെട്ടത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്, കത്തുന്ന മുൾപ്പടർപ്പാണ്. ആ മുൾപ്പടർപ്പ് എന്ന് പറയുന്നത് അന്ന് ആ പഴയ നിയമത്തില് പുറപ്പാടിന്റെ പുസ്തകത്തില് കത്തുന്ന മുൾപ്പടർപ്പ് ഒന്ന് മോശയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നു. രണ്ടാമത് മോശയുടെ തീഷ്ണതയ്ക്ക് വേണ്ടിയായിരുന്നു. ഇതുപോലെ യേശുവിന്റെ ഹൃദയത്തിന് മുകളിൽ കാണപ്പെട്ടിരിക്കുന്ന തീ എന്ന് പറയുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വിശുദ്ധീകരണം നമുക്ക് സംഭവിക്കണം. അതുകൊണ്ടാണ് സക്കറിയായുടെ പുസ്തകം 13-ാമത്തെ അധ്യായം, സക്കറിയായുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനത്തില് സക്കറിയ പ്രവാചകൻ തന്നെ തിരുഹൃദയത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും
ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ. ദാവീദ് ഭവനത്തിൽ, നമുക്ക് ആ വചനം ഒന്ന് ഏറ്റിയല്ല, ദാവീദ് പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ അന്ന് ഒരു ഉറവ പുറപ്പെടും. ഇതേ കാര്യം തന്നെ ഇതിന്റെ ഫുട്നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തില് 18-ാമത്തെ അധ്യായത്തിൽ ഇത് തന്നെ ഈ ഉറവയാണ് 19-ാമത്തെ അധ്യായം 37-ാമത്തെ വചനത്തില് യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയത് എന്ന് ഓർമ്മിക്കുകയാണ്. വീണ്ടും സക്കറിയായുടെ പുസ്തകം 12:10 പറയാണ്, ഞാൻ ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പോലെ അവർ കരയും, ആദ്യജാതനെ എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ ഓർത്ത് അനുദപിക്കാൻ വേണ്ടി സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഈശോയുടെ തിരുഹൃദയം. പാപങ്ങളെ ഓർത്ത്, അല്ലെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെ ഓർത്ത് പൊട്ടിക്കരയാൻ വേണ്ടി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഈശോയുടെ തിരുഹൃദയം. അപ്പോൾ അനുതാപത്തോടെ നോക്കാൻ കഴിയുക. ഈ ഹൃദയത്തിലേക്ക് അനുതാപത്തോടെ നോക്കി കഴിയുമ്പോൾ നമ്മുടെ മാനസാന്തരം അവിടെ സംഭവിച്ചു. അതുകൊണ്ടാണ് ലോങ്കിനോസ് എന്ന് പറഞ്ഞ പടയാളികൾ ഒരുവൻ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ തന്നെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടവൻ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ആ ഹൃദയം കുത്തി തുളയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ ആ ലോങ്കിനോസ് എന്ന് പറഞ്ഞ പടയാളിക്ക് മാനസാന്തരം ഉണ്ടായി. ഇതുപോലെ ഒരു പാപിക്ക് മാനസാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്ന് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചിത്രമാണ് യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ചിത്രം. അപ്പൊ അനുതാപത്തോടെ നോക്കി മാനസാന്തരത്തിലൂടെ പുതിയ ജീവിതം നയിക്കുവാൻ യേശുവിന്റെ തിരുഹൃദയം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, കത്തുന്ന മുൾപ്പടർപ്പ് നമ്മുടെ വിശുദ്ധീകരണത്തെയും രണ്ടാമത് തീഷ്ണതയും സൂചിപ്പിക്കുകയാണ്. നമുക്കൊരു വിശുദ്ധീകരണം ഉണ്ടാകുന്നത്, നമുക്കൊരു വിശുദ്ധീകരണം നൽകപ്പെടുന്നത് യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്നുള്ള ആ ജ്വാലയിലൂടെയാണ്. ആ തിരുഹൃദയത്തിന്റെ ജ്വാല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കൊരു വിശുദ്ധീകരണം വേണം, നമുക്ക് തീഷ്ണത ഉണ്ടാകണം. അപ്പൊ ഇത് കത്തുന്ന മുൾപ്പടർപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്തത് സഭയിലൂടെ നൽകപ്പെടുന്ന രക്ഷ. യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ആ രക്തം സൂചിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയാണെങ്കിൽ വെള്ളം സൂചിപ്പിക്കുന്നത് മാമോദീസയാണ്. ആ മാമോദീസയിലൂടെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ആത്മീയ പോഷണത്താൽ ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യഭാഗ്യം പ്രാപിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. മരണത്തിന്റെ നിദ്രയിൽ നിന്ന് സഭയ്ക്ക് രൂപം കൊണ്ടു. ആദത്തിന്റെ നിദ്രയിൽ നിന്ന് ഹവ്വ രൂപം കൊണ്ടതുപോലെ യേശുവിന്റെ മരണ നിദ്ര സമയത്ത് സഭ രൂപം കൊണ്ടു. അത് ഇന്ന് സഭാവിശ്വാസികളായ നമ്മൾ തീഷ്ണമതികളായി കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവരായി തീരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരം ഉയർത്തി കർത്താവെ, ഈ ഒരു അഭിഷേകം, കർത്താവിന്റെ ആ പാർശ്വത്തൊഴുകിയ വെള്ളം വിശുദ്ധീകരണത്തിന് കാരണമായി ഇതുപോലെ ആ രക്തം ഞങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭക്ഷണമായി തീർന്നതുപോലെ കർത്താവെ, മാമോദീസയിലൂടെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവര് നിത്യജീവിതത്തിന്റെ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മാർഗരറ്റ് മേരി അലോക്കോക്ക് എന്ന് പറഞ്ഞ പുണ്യവതിക്ക് ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ട് 1673 ഈ 18 മാസത്തോളം ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങൾ പുണ്യവതിക്കുണ്ടായി. അപ്പോൾ ഈ പുണ്യവതിയുടെ ജീവിതം തന്നെ വലിയൊരു സഹനത്തിലാണ്, വലിയ അവഗണനകളുടെയും ഒറ്റപ്പെടലിന്റെയും മധ്യത്തിലാണ് ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെടുന്നത്. ഈശോയുടെ തിരുഹൃദയം മാർഗരറ്റ് മേരിയോട് പറയുന്ന ഒന്നാമത്തെ സന്ദേശം, നീ കുരിശിനെ സ്നേഹിക്കാൻ പഠിക്കണം, കുരിശിനെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, വാതരോഗം മൂലം വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു പുണ്യവതിയാണ്, സ്ത്രീ, പെൺകൊച്ചാണ്. സ്വന്തം കുടുംബത്തിൽ നിന്നും
അവള് വീട്ടു ജോലിക്ക് പോയിരിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഒത്തിരിയധികം അവഗണനകൾ, ഇല്ലാത്ത കാര്യത്തിന് തെറ്റിദ്ധാരണകൾ പറഞ്ഞു വരുത്തി അവളെക്കുറിച്ച് ഒത്തിരിയധികം തെറ്റായ കാര്യങ്ങൾ സമൂഹത്തിൽ പറഞ്ഞു വരുത്തി പല ദിവസങ്ങളിലും കരഞ്ഞു ജീവിച്ചിരുന്ന ഒരു പുണ്യവതിയാണ്. അവളെ എഴുതി വെച്ചിരിക്കുന്നത് കരയാൻ വേണ്ടി ആളുകളുടെ മുമ്പ് വെച്ച് കരയാൻ, തോട്ടത്തിലോ പശുവിന്റെ തൊഴുത്തിലോ പോയിരുന്ന കരഞ്ഞിരുന്നു. ജീവിതത്തിന്റെ ഒരു നല്ല സമയത്തോളം കരയാനേ ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു പുണ്യവതിയാണ്. ഈശോയുടെ കുരിശിന്റെ മുമ്പിൽ ഈ സങ്കടങ്ങളെല്ലാം ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ഇവള് ഈ കുരിശിനോട് പറഞ്ഞൊരു കാര്യമാണ്, എന്നെ വഴി കാട്ടാൻ ആരെങ്കിലും അയക്കണം. ഈശോയുടെ കുരിശിന്റെ മുമ്പിൽ നിന്ന് ചങ്ക് പൊട്ടി കരഞ്ഞിട്ട് ഈ പുണ്യവതി പറയാണ്, എന്നെ സഹായിക്കാൻ, എന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും അയക്കണം. പ്രിയപ്പെട്ടവർ, അങ്ങനെ കരഞ്ഞ് അപേക്ഷിച്ച നാളുകളിലാണ് ഈശോയുടെ തിരുഹൃദയം ഇവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് ഇവളോട് പറയുന്നുണ്ട്, നിന്നെ വേറെ ആരുമല്ല വഴി കാട്ടുന്നത്, ഞാൻ തന്നെയാണ്. പിന്നീട് ഈ പുണ്യവതി ആദ്യ കാലഘട്ടങ്ങളിൽ രോഗങ്ങളാണ് കുരിശിന്റെ വഴിയിലൂടെ നടത്തിയിരുന്നെങ്കിൽ ഈ പുണ്യവതി തന്നെ സ്വീകരിച്ച ചില സഹനങ്ങളുണ്ട്. ഉള്ളരനാണം ധരിക്കും, ചമ്മട്ടിയടി ഏൽക്കും, രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കും, ഉപവാസം നടക്കും. പിന്നെ വിശുദ്ധ കുർബാനയും, ഈ പുണ്യവതി പറയാണ്, വിശുദ്ധ കുർബാനയും ക്രൂശിത രൂപവും ഇല്ലാതെ ജീവിക്കാനാവില്ല. പലപ്പോഴും കുരിശിൽ നോക്കി കരഞ്ഞിരുന്ന പുണ്യവതിയാണ്. അപ്പോൾ ഒന്നാമത് ഈ പുണ്യവതിക്ക് ഈശോ കൊടുത്ത സന്ദേശം കുരിശിനെ സ്നേഹിക്കാൻ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സഹനങ്ങളെയൊക്കെ നമ്മൾ തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നവരാണ്, സഹനത്തിൽ നിന്നൊക്കെ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. സഭയിൽ ആദ്യകാലത്ത് സഹനങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ അപ്പസ്തോലനായ പത്രോസ്ലീഹ, സഭയുടെ അധികാരിയായ ആദ്യത്തെ സഭയ്ക്ക് വേണ്ടി സഭയിൽ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയായ പത്രോസ്ലീഹ സഹനം വർദ്ധിച്ചപ്പോൾ ഈശോയിൽ നിന്നൊക്കെ അകലാൻ വേണ്ടി, തിരിച്ചു പോകാൻ വേണ്ടി കുരിശിന്റെ വഴിയിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ തിരിച്ചു പോകുമ്പോൾ പത്രോസ്ലീഹായ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടുന്നുണ്ട്. കുരിശ് വഹിച്ചുകൊണ്ട് ഈശോ നടന്നു പോവുകയാണ്. ഉടനെ പത്രോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവെ, ഇനി കുരിശ് വഹിച്ചുകൊണ്ട് പോകണ്ട. അപ്പോൾ നീ എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, നിനക്ക് പകരം കുരിശിൽ മരിക്കാൻ ഞാൻ പോവുകയാണ്. അപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്, യഥാർത്ഥത്തിൽ ഞാൻ കുരിശിൽ നിന്ന് ഓടുകയാണ്. പിന്നീടാണ് ശിമോൻ പത്രോസ് ധൈര്യപൂർവ്വം പറയുന്നത്, കർത്താവിന്റെ കുരിശിന്റെ തലകീഴായിട്ട് മരിക്കാൻ ഞാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, കുരിശിനെ സ്നേഹിക്കാൻ പഠിക്കണം എന്ന് വിശുദ്ധ മാർഗരറ്റ് മേരി അലോക്കോക്ക് നമ്മളെ ഓർമ്മിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാവർക്കും കുരിശുകളുണ്ട്, എല്ലാവർക്കും സഹനങ്ങളുണ്ട്. ഒരു സഹനങ്ങളും നമ്മൾ ചോദിച്ച് വാങ്ങിക്കിട്ടുന്നതല്ല. പല വിശുദ്ധരുടെ ജീവിതത്തിൽ സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ വന്ന് ഭവിക്കുന്ന സഹനങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീരുന്ന ചില വേദനകളുണ്ട്, ചില സങ്കടങ്ങളുണ്ട്. എന്നും നമ്മൾ വേദനയോട് പറയും, ഈ കുരിശ് മാറിപ്പോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ, ഈ കുരിശ് ഇല്ലാതായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. എന്നാൽ ഈ പുണ്യവതിയിലൂടെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, ജീവിതത്തിൽ കുരിശ് നൽകപ്പെടുന്നത് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർക്കാണ്. ദൈവം തെരഞ്ഞെടുക്കുന്നവർക്ക് നൽകപ്പെടുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് കുരിശ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പറയാണ്, പുണ്യവതിയോട് പറയാണ്, കുരിശിനെ സ്നേഹിക്കാൻ നീ ലോകത്തെ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കും നൽകുന്ന ഒരു സന്ദേശമാണ്, നമ്മളും കുരിശിനെ തള്ളിപ്പറയുന്നവരാകാനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്, കുരിശിനെ സ്നേഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. രണ്ടാമത് ഈ പുണ്യവതിയോട് പറയുന്ന ഒരു കാര്യമാണ്, ഈ മാസാദ്യ വെള്ളിയാഴ്ച തിരുഹൃദയ ഭക്തിക്കായിട്ട് മാറ്റിവെക്കണം. അതിനു മുമ്പ് വ്യാഴാഴ്ച 1 മണിക്കൂർ ആരാധന ഉണ്ടാകും. ഇവിടെ ഞാൻ ഈ ആലയത്തിൽ വന്ന് ഈ ആലയത്തിന്റെ ഡയറക്ടറായി 2019 ഉത്തരവാദിത്വം ഏറ്റപ്പോൾ അന്ന് ആദ്യ ശനിയാഴ്ചയാണ് എല്ലാ മാസത്തിലെയും ഈ ശുശ്രൂഷ നടത്തിരുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പ്രചോദനമാണ് ഈ ആദ്യ വെള്ളിയാഴ്ച ഏകദിന കൺവെൻഷൻ നടത്തും. അങ്ങനെയാണ് പിന്നീട് ഈ ആദ്യ വെള്ളിയാഴ്ചയിലെ ആദ്യ ശനിയാഴ്ചയിലെ ശുശ്രൂഷ ആദ്യ വെള്ളിയാഴ്ചയിലേക്ക് മാറ്റുന്നു. ഇത് വിശുദ്ധ മാർഗരറ്റ് മേരി അലോക്കോക്കിന് ദൈവം കൊടുത്ത ഒരു ഒരു ആത്മീയ പ്രചോദനം എന്ന നിലയിൽ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്, മാസാദ്യ വെള്ളിയാഴ്ച ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം, മാസാദ്യ വെള്ളിയാഴ്ചയിലെ ഭക്തി പ്രചരിപ്പിക്കണം. അതുകൊണ്ട് 7-ാം പീയൂസ് മാർപ്പാപ്പ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഉപസാരിച്ച് കുർബാനയിൽ പങ്കുചേർന്ന്
നമ്മെ തന്നെ ബലിയായി സമർപ്പിക്കണം. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവത്തിന് ഒരു ബലിയായി സമർപ്പിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പിൽ ഇപ്രകാരം പറയും, പല ഭാഷ ചെയ്തിട്ടുണ്ട്, ഞാൻ ദൈവത്തിന്റെ ബലി മൃഗമാണ്. ബലിയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. പഴയ നിയമത്തില് ഏതെങ്കിലും ആടുകളെ ബലി അർപ്പിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഒരു വചനം, ലേവ്യരുടെ പുസ്തകത്തിലും സംഖ്യയുടെ പുസ്തകത്തിലും പുറപ്പാടിന്റെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് ബലി അർപ്പിക്കപ്പെടുന്ന മൃഗം ഊനമറ്റതായിരിക്കണം. എന്താണ് ഊനമറ്റതെന്ന് പറഞ്ഞാൽ? ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല, അതിന് ഒരു പോരായ്മകൾ ഉണ്ടാകാൻ പാടില്ല. ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തി ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. നമ്മളെ തന്നെ ബലിയായി സമർപ്പിക്കുമ്പോൾ തന്നെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് തീരുകയാണ്. ആത്മശോധന ചെയ്യാം, നമ്മെ തന്നെ ബലിയായിട്ട് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് കഴിയൂ. ബലിയായിട്ട് സമർപ്പിക്കപ്പെടുന്ന ഒരാത്മാവിന് പിന്നീട് സ്വന്തം ഇഷ്ടങ്ങളല്ല നയിക്കപ്പെടുന്നത്. ആ ആത്മാവിനെ നയിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നിങ്ങൾ ആരെങ്കിലും വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കാണുമ്പോൾ എൻ്റെ അകത്തൊരു വെട്ടിട്ടിട്ടുണ്ട്, ഇനി മുതൽ എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം. ഇനി എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം, പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ഇഷ്ടം. ഈ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കണം എന്നുള്ള ഈശോയുടെ സന്ദേശത്തിലൂടെ വ്യക്തമായിട്ട് നൽകുന്ന ഒരു ബോധ്യമാണ് നമ്മൾ കുമ്പസാരിച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മളെ തന്നെ ദൈവത്തിന് ബലിയായി സമർപ്പിക്കുക, നമ്മെ തന്നെ ദൈവത്തിന് കാഴ്ചയായിട്ട് സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം, നമ്മളെ തന്നെ ദൈവത്തിന് കാഴ്ചയായിട്ട് സമർപ്പിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് തിരുഹൃദയ തിരുനാൾ ആചരിക്കുക. ഇത് മാർഗരറ്റ് മേരി അലോക്കോക്കിന് നൽകിയ സന്ദേശമാണ്. അങ്ങനെ 1685 ആദ്യത്തെ തിരുഹൃദയ തിരുനാൾ ആചരിച്ചു. വിശുദ്ധ കുർബാനയുടെ തിരുനാളിന് ശേഷമുള്ള ആഴ്ചയിലെ വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാൾ ആചരിക്കുന്നത്. വിശുദ്ധ ആൽബർട്ട് പറയുന്നുണ്ട്, വാഗ്ദാന പേടകത്തിൽ മന്ന എന്ന പോലെ ഈശോയുടെ ഹൃദയത്തിൽ വിശുദ്ധ കുർബാനയുണ്ട്. വിശുദ്ധ കുർബാനയുമായിട്ട് വളരെയധികം ബന്ധപ്പെടുത്തിയ തിരുനാളാണ്. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് ഒരാഴ്ചയുടെ കഴിഞ്ഞാണ് ഈ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ. അതിനാണ് എഴുതിയിരിക്കുന്ന ആൽബർട്ട് പറയാണ്, വാഗ്ദാന പേടകത്തിൽ മന്ന എന്നതുപോലെ ഈശോയുടെ ഹൃദയത്തിൽ വിശുദ്ധ കുർബാനയുണ്ട്. അതുകൊണ്ട് ഈ തിരുഹൃദയത്തോടുള്ള ഭക്തിയും തിരുഹൃദയ തിരുനാളും നമ്മൾ വളരെ പ്രധാനപ്പെട്ട തിരുനാളായി ആചരിക്കണം. അതുകൊണ്ട് ജൂൺ മാസം തന്നെ നമ്മൾ തിരുഹൃദയത്തിന്റെ വണക്കമാസം ചെല്ലുന്നുണ്ട്. ഈ ആലയത്തില് ഈ ഒരു വർഷം ഇങ്ങനെ ഒരു ഏകദിന ശുശ്രൂഷയായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പേര് വന്നു, ദൈവത്തിന് മഹത്വം നൽകുകയാണ്. ഇത് തിരുഹൃദയ തിരുനാൾ നമ്മൾ ആചരിക്കണം. നാലാമത്, പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്ന് ഈശോയുടെ തിരുഹൃദയത്തിലൂടെ തിരുഹൃദയത്തിന്റെ സന്ദേശമായിട്ട് മാർഗരറ്റ് മേരി അലോക്കോക്കിന് വെളിപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ പാപങ്ങൾക്ക് സ്വന്തം സന്യാസ സഭയിലെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്തിന്റെ പാപങ്ങൾക്കും സ്വന്തം കുടുംബത്തിലെ മക്കളുടെ പാപങ്ങൾക്കും വേണ്ടി നമുക്ക് പരിഹാരം ചെയ്യണം. പരിഹാര ജീവിതം നയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, കരുണയുടെ നമ്മുടെ ലോകം മുഴുവന്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങനെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവുമായ. ഇതുപോലെ തന്നെ മാർഗരറ്റ് മേരി അലോക്കോക്കിനോട് ഈശോയുടെ തിരുഹൃദയം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, നിന്റെ സമൂഹത്തിന്റെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. പിന്നീട് ഈ പുണ്യവതിയുടെ ജീവിതത്തിലെ സഹനങ്ങൾ മുഴുവൻ, പരിത്യാഗങ്ങൾ മുഴുവൻ, ചമ്മട്ടിയടി ഏൽക്കുന്നു, മുള്ളരഞ്ഞാണ് ധരിക്കുന്നു, ഇതെല്ലാം ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിലുള്ള മക്കളുടെ പാപങ്ങൾക്ക്, ജീവിത പങ്കാളിയുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പറയുന്ന അഞ്ചാമത്തെ സന്ദേശം, അനന്തമായ സ്നേഹം തിരിച്ചറിയണം. പാപം എത്ര വലുതാണെങ്കിലും നിരാശനാകാതെ അവിടുത്തെ മുറിവിലേക്ക് നോക്കുക, നീ രക്ഷപ്പെടുമെന്ന് ഈ അനന്തമായ സ്നേഹത്തെക്കുറിച്ച് നീ പ്രചരിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ അനന്തമായ സ്നേഹം നീ ലോകത്തിന് വെളിപ്പെടുത്തണമെന്ന് ഈശോ പറയുമ്പോൾ, നിന്റെ പാപം എത്ര വലുതാണെങ്കിലും അവിടുത്തെ മുറിവുകളിലേക്ക് നീ അനുതാപത്തോടെ നോക്കിയാൽ രക്ഷപ്പെടും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹൃദയത്തിലേക്ക് കുന്തം കയറ്റിയപ്പോൾ അവിടുത്തെ അനന്തമായ സ്നേഹം വെളിപ്പെട്ടു. ഇതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെക്കുമ്പോൾ നമ്മളും രക്ഷ പ്രാപിക്കും. ഒരു പാപി രക്ഷപ്പെടാൻ വേണ്ടി തുറക്കപ്പെട്ടത് ഈശോയുടെ ഹൃദയമാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ആചരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഈ തിരുഹൃദയ ഭക്തിയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയുകയും പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ, ഒന്നാമത് കുരിശിനെ സ്നേഹിക്കുന്നവരാകണം. രണ്ടാമത് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കണം. അല്ലെങ്കിൽ തിരുഹൃദയത്തോട് മാസാദ്യ വെള്ളിയാഴ്ചകളിൽ നമ്മൾ പ്രത്യേകം ഒരുങ്ങി ശുശ്രൂഷകളെ സംബന്ധിക്കണം. മൂന്നാമത് തിരുനാൾ ആചരിക്കണം. പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. ദൈവത്തിന്റെ അനന്തമായ സ്നേഹം തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം പ്രത്യേകമായിട്ട് ഈശോ തിരുഹൃദയത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഹൃദയം തുറന്നിരിക്കുന്നത് ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ പാപം എത്ര വലുതാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്ന്, ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് നൽകണമേ. രണ്ടാമത്, എന്റെ പാപങ്ങളെ ഓർത്ത് അനുദമിക്കാനുള്ള ഒരു അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈ തിരുഹൃദയ ഭക്തി കൂടുതലായിട്ട് ധ്യാനിക്കുകയും ആരാധിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ, ഈ ശുശ്രൂഷയുടെ ശക്തമായ അഭിഷേകത്താൽ ഈ ആലയത്തിൽ നിന്ന് ഈ തിരുഹൃദയ തിരുനാളിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബങ്ങൾ